ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനിൽകുമാർ. BO എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ പാർട്ട് 7 ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ആസിഡുകളെക്കുറിച്ചും അവയുടെ ഉപയോഗത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, ഈ സീരീസിൻ്റെ തൊട്ട് മുമ്പലത്തെ വീഡിയോ കാർഷിക വിപ്ലവങ്ങൾ മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടാതെ ഈ ക്ലാസ്സുകളുടെ PDF നോട്ട് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലൈഫ് ഈസ് PSC കോച്ചിങ് ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ PDF നോട്ട് ലഭ്യമാക്കാവുന്നതാണ്. നമുക്ക് ക്ലാസ് തുടങ്ങാം. രസതന്ത്രം എന്ന ഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആസിഡ്. എന്താണ് ആസിഡ്? ജലത്തിൽ അലിയുമ്പോൾ 7-ൽ താഴെ pH മൂല്യം പ്രദാനം ചെയ്യുന്ന സംയുക്തങ്ങളാണ് അമ്ലം അഥവാ ആസിഡ് എന്നറിയപ്പെടുന്നത്. ജലത്തിൽ അലിയുമ്പോൾ 7-ൽ താഴെ pH മൂല്യം കാണിക്കുന്ന സംയുക്തങ്ങളെയാണ് നമ്മൾ ആസിഡ് അഥവാ അമ്ലം എന്ന് വിളിക്കുന്നത്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം ഹൈഡ്രജനാണ്. അപ്പോൾ എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. സൾഫ്യൂറിക് ആസിഡിനേക്കാൾ 100 മടങ്ങ് ശക്തിയുള്ള ആസിഡുകൾ അറിയപ്പെടുന്നത് സൂപ്പർ ആസിഡുകൾ എന്നാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും സൾഫ്യൂറിക് ആസിഡാണ്. അപ്പോൾ രാസവസ്തുക്കളുടെ രാജാവും ഓയിൽ ഓഫ് വിട്രിയോൾ എന്നും അറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡാണ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡാണ്. അത് ചിലപ്പോൾ കാർ ബാറ്ററി എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതും സൾഫ്യൂറിക് ആസിഡ് തന്നെയാണ്. ഡൈനാമിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് അതും സൾഫ്യൂറിക് ആസിഡ് തന്നെയാണ്. അപ്പോൾ സ്റ്റോറേജ് ബാറ്ററികളിലും ഡൈനാമിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡും സൾഫ്യൂറിക് ആസിഡാണ്. സൾഫ്യൂറിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് സമ്പർക്ക പ്രക്രിയ എന്നാണ്. സൾഫ്യൂറിക് ആസിഡ് നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. സൾഫ്യൂറിക് ആസിഡ് നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. മനുഷ്യൻ്റെ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഇത് ദഹനത്തിന് സഹായിക്കുന്ന ആസിഡും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയാണ്. ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നും ഹൈഡ്രോക്ലോറിക് ആസിഡ് അറിയപ്പെടുന്നു. വിറ്റാമിൻ B9-ൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോളിക് ആസിഡാണ്. അതുപോലെ വിറ്റാമിൻ B3-ൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് നിക്കോട്ടിനിക് ആസിഡാണ്. വിറ്റാമിൻ B9-ൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോളിക് ആസിഡും വിറ്റാമിൻ B3-ൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് നിക്കോട്ടിനിക് ആസിഡും ആണ്. വൈറ്റമിൻ C-യിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? അസ്കോർബിക് ആസിഡാണ്. വൈറ്റമിൻ C-യിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡാണ്. റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡാണ്. ഏറ്റവും മധുരമുള്ള ആസിഡ് സുക്രോണിക് ആസിഡാണ്. ഏറ്റവും മധുരമുള്ള ആസിഡാണ് സുക്രോണിക് ആസിഡ്. ആദ്യം കണ്ടുപിടിച്ച ആസിഡ് അസറ്റിക് ആസിഡാണ്. വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ്. അപ്പോൾ ആദ്യം കണ്ടുപിടിച്ച ആസിഡ് ഏതെന്ന് ചോദിച്ചാൽ അത് അസറ്റിക് ആസിഡാണ്. വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡും ആണ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ആസ്പിരിനാണ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്താണ്? ആസ്പിരിൻ. കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്നത് സോഡാജലമാണ്. നമുക്കറിയാം സോഡാജലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അതുകൊണ്ട് തന്നെ കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഓർത്തിരിക്കാം, സോഡാജലമാണ് കാർബോണിക് ആസിഡ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? ഹൈഡ്രോസയാനിക് ആസിഡാണ്.
മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചാൽ ഹൈഡ്രോസയാനിക് ആസിഡാണ്. പ്രൂസിക് ആസിഡ് എന്നറിയപ്പെടുന്നതും ഈ ഹൈഡ്രോസയാനിക് ആസിഡ് തന്നെയാണ്. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് എന്താണ്? അക്വാ റീജിയാണ്. ഒരുപാട് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. സ്വർണത്തെ ലയിപ്പിക്കുന്ന ദ്രാവകം ഏതാണ്? അക്വാ റീജിയ. അപ്പോൾ രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന സ്വർണത്തെ ലയിപ്പിക്കുന്ന ദ്രാവകമാണ് അക്വാ റീജിയ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഗാഢ നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് ഈ അക്വാ റീജിയ. ആ മിശ്രിതത്തിൻ്റെ അനുപാതം പറയുന്നുണ്ട്. 1:3 അനുപാതത്തിലുള്ള മിശ്രിതമാണ്. അതായത് ഗാഢ നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും 1:3 അനുപാതത്തിലുള്ള മിശ്രിതമാണ് അക്വാ റീജിയ. അതായത് 1 ലിറ്റർ നൈട്രിക് ആസിഡിന് 3 ലിറ്റർ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തുള്ള മിശ്രിതമാണ് അക്വാ റീജിയ. റോക്കറ്റുകളിൽ ഓക്സിലേറ്ററായി ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ്. pH മൂല്യമാണ് അടുത്തത്. ഒരു ലായനി ആസിഡാണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയുന്നത് pH മൂല്യം അനുസരിച്ചാണ്. അപ്പോൾ എന്താണ് ഈ pH മൂല്യം? pHൻ്റെ പൂർണ്ണരൂപം എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നതാണ് pHൻ്റെ പൂർണ്ണരൂപം. pHൻ്റെ പൂർണ്ണരൂപമാണ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. ഇത് കണ്ടുപിടിക്കാനൊരു സ്കെയിലുണ്ട്. pH സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? സൊറൻസനാണ് pH സ്കെയിൽ കണ്ടുപിടിച്ചത്. pH മൂല്യം 7ന് മുകളിൽ വരുന്ന പദാർത്ഥങ്ങൾ ആൽക്കലി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ pH മൂല്യം 7ന് മുകളിൽ വരുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലി. അതുപോലെ pH മൂല്യം 7ന് താഴെ വരുന്ന പദാർത്ഥങ്ങളാണ് ആസിഡ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ആസിഡ് pH മൂല്യം 7ന് താഴെ ആയിരിക്കും. അപ്പോൾ ഈ pH വാല്യൂ 7ന് താഴെ വരുന്നതൊക്കെ ആസിഡാണെന്ന് മനസ്സിലാക്കിക്കോണം. ആസിഡ്, ബേസ് എന്നിവയുടെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്നത് ലിറ്റ്മസ് പേപ്പർ. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചാണ് ആസിഡ്, ബേസ് എന്നിവയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡാണ്. അതുപോലെ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആൽക്കലിയുമാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് എന്താണ്? ആസിഡ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആൽക്കലിയാണ്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പദാർത്ഥങ്ങളുടെ pH മൂല്യം ഒന്ന് പഠിച്ചു നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. അത് 7ആണ്. ഈ നിർവീര്യ വസ്തുക്കളുടെയൊക്കെ pH മൂല്യം 7ആയിരിക്കും. അപ്പോൾ ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7ആണ്. രക്തത്തിൻ്റെ pH മൂല്യം 7.4ആണ്. 7.4 രക്തത്തിൻ്റെ pH മൂല്യം. ഉമിനീരിൻ്റെ pH മൂല്യം 6.5 മുതൽ 7.4 വരെയാകാം. ഉമിനീരിലെ pH മൂല്യമാണ് 6.5 മുതൽ 7.4 വരെ. കടൽ ജലം, അതായത് ഉപ്പുജലമാണ് അല്ലേ, കടൽ ജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 8ആണ്. പാലിൻ്റെ pH മൂല്യം 6.6 ആണ്. മൂത്രം, അതായത് യൂറിക് ആസിഡ് അല്ലേ, യൂറിക് ആസിഡിൻ്റെ pH മൂല്യം 6 ആണ്. ചായയുടെ pH മൂല്യം എത്രയാണ്? 5.5 ആണ് ചായയുടെ pH മൂല്യം. കാപ്പിയുടെ pH മൂല്യം 5 ആണ്. ബിയറിൻ്റെ pH മൂല്യം 4.5 ആണ്. അപ്പോൾ 4.5 ആണ് ബിയറിൻ്റെ pH മൂല്യം. അമ്ലമഴയുടെ pH മൂല്യം എത്രയാണ്? അത് 4 മുതൽ 5.5 വരെയാണ്. അടുത്തത് ചില പദാർത്ഥങ്ങളും അവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിനെ കുറിച്ചാണ്. ഇത് PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള മേഖലയാണിത്. പാല്, മോര്, തൈര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. അപ്പോൾ പാലിലടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം, ലാക്റ്റിക് ആസിഡാണെന്ന് അറിയാം. അപ്പോൾ പാലിൽ നിന്നുമാണ് മോരും തൈരുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം പാല്, മോര്, തൈര് എന്നിവ ലാക്റ്റിക് ആസിഡാണ്. മാംസ്യം എന്താണ്? എന്ത് ആസിഡാണ്? അമിനോ ആസിഡാണ് അല്ലേ. മാംസ്യം, പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അമിനോ ആസിഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. മൂത്രം അല്ലേ, അത് യൂറിക് ആസിഡാണ്. വിനാഗിരി അറിയാം, അസറ്റിക് ആസിഡാണ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നത് അസ്കോർബിക് ആസിഡ്. നമ്മൾ പറഞ്ഞു വൈറ്റമിൻ സി അല്ലേ, നെല്ലിക്കയിൽ വൈറ്റമിൻ സി ലഭിക്കുന്ന ഒരു ആഹാര പദാർത്ഥമാണ് നെല്ലിക്ക. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നത് അസ്കോർബിക് ആസിഡാണ്. പിന്നെ നാരങ്ങയിലും ഓറഞ്ചിലുമൊക്കെ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡാണ്. ഉറുമ്പ്, കടന്നൽ, തേനീച്ച
എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? ഫോമിക് ആസിഡാണ്. വെറ്റിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് കാറ്റച്യൂണിക് ആസിഡ്. വെറ്റിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? കാറ്റച്യൂണിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്. ഒരു മുൻവർഷ ചോദ്യമാണിത്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണെന്ന്. മാലിക് ആസിഡ്. എണ്ണ, കൊഴുപ്പ് എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് സ്റ്റിയറിക് ആസിഡാണ്. അതുപോലെ മരച്ചീനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് ഫ്ലൂറിക് ആസിഡാണ് മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്നത്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? ടാനിക് ആസിഡാണ്. അതുപോലെ തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാപ്രിക് ആസിഡാണ്. കൊപ്ര എന്ന് ഓർത്താൽ മതി. തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാപ്രിക് ആസിഡാണ്. അരി എന്ത് ആസിഡാണ്? ഫൈറ്റിക് ആസിഡാണ് അരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. പുളി, മുന്തിരി എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത്, പുളി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ടാർട്ടാറിക് ആസിഡാണ് പുളിയെന്ന്. അപ്പോൾ മുന്തിരിക്ക് പുളിയുണ്ട്. അപ്പോൾ പുളി, മുന്തിരി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? ടാർട്ടാറിക് ആസിഡാണ്. തക്കാളി അറിയാം, ഓക്സാലിക് ആസിഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുക നേന്ത്രപ്പഴം, ചുവന്നുള്ളി, ചോക്ലേറ്റ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡാണ്. അപ്പോൾ തക്കാളി, നേന്ത്രപ്പഴം, ചുവന്നുള്ളി, ചോക്ലേറ്റ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? ഓക്സാലിക് ആസിഡ്. വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന മറ്റൊരു ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.